ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 4 വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു. നോവയും ലൂണയും ലോണിലാണ് പോയത്. അതേസമയം യുവാൻ റോഡ്രിഗസും തിയാഗോ ആൽവസും സ്ഥിരമായിക്കൊണ്ട് ക്ലബിനോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കോൾഡോ ഒബിയേറ്റ കൂടി ഇന്തോനേഷ്യയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനർത്ഥം ഡുഷാൻ ലഗാത്തോർ മാത്രമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള വിദേശ താരം. അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും സൂപ്പർ താരങ്ങൾ എല്ലാവരും ക്ലബ്ബ് വിടുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി പ്രതികരിച്ചിട്ടുണ്ട്. അതായത് പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഇപ്പോൾ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിലവിലെ അവസ്ഥ മോശമാണ്, അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ആരാധകർ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നും അഭിക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ ആരാധകർ വളരെയധികം അസ്വസ്ഥരാണ് എന്നുള്ളത് എനിക്കറിയാം. പലരും ഇപ്പോൾ ഞങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, നമ്മളിപ്പോൾ തകർച്ചയുടെ വക്കിലാണ് എന്നുള്ളതാണ്. അതിജീവിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ നമ്മുടെ മുന്നിലില്ല. ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത് സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ISL ക്ലബ്ബുകൾക്കും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കുന്നില്ല. മാത്രമല്ല വരുമാനങ്ങളിൽ വലിയ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദേശ താരങ്ങൾക്ക് അവരുടെ കരാർ പ്രകാരമുള്ള സാലറി നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവരെ കൈവിടാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം FC ഗോവയുടെ താരങ്ങളെല്ലാവരും അതുപോലെ തന്നെ സ്റ്റാഫുകളും ഒക്കെ സാലറി കട്ട് എടുക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള പല ക്ലബ്ബുകളിലെയും താരങ്ങളും സ്റ്റാഫുകളും സാലറി കട്ട് എടുക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.